ഓടിക്കയറണോ ചാടിക്കയറണോ എന്ന് കാശിക്ക് അറിയില്ല ഗൈസ്. കാശിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ എന്താ കാശിയല്ലല്ലോ ജിംബ്രു എന്നല്ലേന്ന്. അതെ ഗൈസ്, അവൻ്റെ കുഞ്ഞിലെ ഞങ്ങൾ ജിംബ്രു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അവനെ കാശി എന്നാണ് വിളിക്കുന്നത്. രണ്ടും മാറി മാറി ഞങ്ങൾ വിളിക്കും. അങ്ങനെ ഇങ്ങനെയൊക്കെയോ വലിഞ്ഞ് അവൻ ആ മലയുടെ മണ്ടയ്ക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അവൻ്റെ നന്ദ ചേച്ചി അവൻ എന്തോ ചില കായ്കൾ പറിച്ചുകൊണ്ട് കൊടുക്കുക. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് ഗൈസ്. ഇതെന്ത് കായാണെന്നൊന്നും അറിയില്ല ഗൈസ്. അങ്ങനെ അത് അവൻ മേടിച്ച് അവൻ്റെ കൈ വെച്ചിട്ട് ഇന്നാ അമ്മ ഇത് പിടിച്ചോന്നും പറഞ്ഞിട്ട് കാശി ഓടടാ ഓട്ടം. ഇങ്ങനെ ഓടിപ്പോണത് എങ്ങോട്ടാണെന്നറിയാമോ ഗൈസ്? ഞാൻ വിളിച്ചപ്പോൾ തിരിച്ചോടി വരുന്നുണ്ട്. വീണ്ടും വീണ്ടും പോയി. ഓടി 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 അവൻ മുന്നേയും ഞങ്ങൾ പുറകെയായി. ഇങ്ങനെ ഓടി ഓടി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ ഗൈസ്? ഇവിടെ അടുത്ത് 2 കോറിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതിൽ മീനെ കാണണം, നമുക്ക് മീൻ പിടിക്കാൻ പോകാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ മുന്നേ ഈ ഓട്ടം ഓടുന്നത്. അപ്പം നന്ദയും അവൻ്റെ കൂടെ അങ്ങ് ഫ്രണ്ടേ അങ്ങോട്ട് പോയി. ഇനി കോറിയുടെ മേളിലേക്ക് കയറി നോക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ചെറിയ കോറിയാട്ടോ. അങ്ങനെ 2 പേരും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് കയറി നോക്കി നിൽക്കുകയാണ്. അപ്പം നന്ദ പറയുകയാണ് നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന്. അപ്പം അവൻ സമ്മതിക്കില്ല, പറ്റില്ല, നമുക്ക് ഇതിൻ്റെ മേളിൽ കയറി നോക്കണമെന്ന് പറഞ്ഞിട്ട് അവളെയും വലിച്ചുകൊണ്ട് അവൻ മേളിൽ കയറി നോക്കി നിൽക്കുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്? ഇതും ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നന്ദ നോക്കിയിട്ട് ഹായ് കാണിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അപ്പുറം വഴി പോയി നോക്കാം. ഇതാണ് ഗൈസ് ആ കോറിയിലെ വെള്ളം. അപ്പോൾ അതിലേക്ക് കല്ലെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാശിക്കുട്ടൻ. മീനെ പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ചൂണ്ടയൊന്നുമില്ല ഗൈസ്. അവനപ്പോൾ അതിൽ കല്ലെറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു മതി, നമുക്കിനി മുന്നോട്ട് കുറച്ചും കൂടെ നടക്കാമെന്നും പറഞ്ഞ് 2 പേരെയും കൂട്ടി ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തുള്ള റബ്ബർ തോട്ടമാണ് ഗൈസ് ഈ കാണുന്നത്. അങ്ങനെ ഞാനും കാശിക്കുട്ടനും കൂടെ നടന്ന് വരികയാണ് ഗൈസ്. അങ്ങനെ എങ്ങനെയൊക്കെ അവനെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പോൾ പോകുന്ന വഴിക്ക് അവന് വീണ്ടും കോറിയിൽ കല്ലെറിയണമെന്നും പറഞ്ഞിട്ട് അമ്മ നല്ല കല്ല്, വലിയ കല്ല് നോക്കി താന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബഹളം ഇടുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ വലിയ കല്ല് എവിടെയെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ നോക്കുകയാണ്. നോക്കി നടന്നിട്ടും കല്ലൊന്നും കിട്ടിയില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെ അവനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതുവഴി അങ്ങനെ വണ്ടിയൊന്നും വരില്ല. അത് കാരണം പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ എൻ്റെ അടുത്തോട്ട് തിരിച്ച് ഓടി വരിക. അങ്ങനെ ഓടി പോയി പോകുന്ന വഴിയിൽ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. അപ്പം അതിൽ വലിഞ്ഞു കയറണമെന്നും പറഞ്ഞ് അതിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറുകയാണ് കാശി. കയറിയിട്ട് മേളോട്ട് കയറാനും വയ്യ ഇറങ്ങാനും വയ്യാത്ത അവസ്ഥയിൽ ഇടയ്ക്ക് സ്റ്റക്കായി നിൽക്കുകയാണ് ഗൈസ്. എന്നാലും കയറിയേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവനവത്തെ പിടിച്ചു തൂങ്ങുന്നുണ്ട്. അങ്ങനെ തൂങ്ങി അവസാനം അവൻ അവത്തേൽ വലിഞ്ഞ് കയറി. മതിയെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു അവൻ. അങ്ങനെ അവത്തേന്ന് ചാടി വീണ്ടും മലയുടെ മണ്ടയ്ക്ക് ചാടി കയറുകയാണ് ഗൈസ്. അങ്ങനെ കയറിപ്പോയി അവർ നേരത്തെ പറിച്ചെടുത്ത ആ കായുടെ ചെടി അവിടെ നിൽക്കുന്ന കണ്ടു ഗൈസ്. അങ്ങനെ അവത്തിൽ ഇനിയും കായുണ്ടോ എന്ന് നോക്കിയിട്ട് 2 പേരും കൂടെ അവത്തിൽ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ഞാനും അങ്ങോട്ട് പോവാണ് ഗൈസ്. അവർക്കത് കിട്ടിയോന്ന് നോക്കട്ടെ. കിട്ടി. അതുമായിട്ട് നേരെ ഞങ്ങളിനി വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ വന്നിട്ടാണെങ്കിൽ കാശിക്കുട്ടൻ ആദ്യം തന്നെ അവൻ്റെ കത്തി എടുത്തിട്ട് ആ കായ്ക്കുള്ളിൽ എന്താണെന്ന് അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കത്തി അങ്ങനെ മൂർച്ചയൊന്നും ഇല്ലാത്ത കത്തി ഏതാണ്, കുഴപ്പമില്ല. അങ്ങനെ കാശി അത് തുറന്ന് നോക്കുകയാണ് ഗെയ്സ് അതിലെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് തുറന്നെടുത്ത ഒരു ചെറിയ കായാണ് ഗെയ്സ് ആ കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.